ഏറെ ഹർഷാരവത്തോടെ രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണം ഇന്ന് വയനാട് ലോക്സഭാ സീറ്റിൽ അദ്ദേഹത്തിൻ്റെ പത്രികാ സമർപ്പണം നടക്കുകയാണ്. അതായത് മതേതര കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി തന്നെയാണ്. കഴിഞ്ഞ കുറി വയനാട്ടിൽ നിന്ന് ലഭിച്ച അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 4,31,770 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. ഇക്കുറി 6 ലക്ഷം കടക്കും എന്ന് തന്നെയാണ് സർവേ പോളുകൾ വ്യക്തമാക്കുന്നത്. BJPക്ക് വേണ്ടി കെ സുരേന്ദ്രൻ എന്തിനു വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്ന് പോലും അറിയാതെ നിൽക്കുകയാണ്. സുരേന്ദ്രൻ ഒരിക്കൽ കെ റെയിലിനെ പറ്റിയും കെ ഫോണിനെ പറ്റിയുമൊക്കെ തട്ടിവിടുന്നത് കണ്ടു. അത് CPMനെതിരെയാണ് എന്ന് പറയാൻ പൂർണ്ണമായും കഴിയില്ല. പക്ഷെ കെ സുരേന്ദ്രൻ എന്താണ് ആ കെയുടെ അർത്ഥം എന്ന് ചോദിച്ച് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിനെ കളിയാക്കി. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്കെതിരെ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് തുഷാർ വെള്ളാപ്പള്ളിയാണ്. കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. ഇക്കുറി കെ സുരേന്ദ്രനും അതേ അവസ്ഥ തന്നെയായിരിക്കുമെന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. CPIക്ക് വേണ്ടി ആനി രാജയാണ് മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഫ്ലെക്സ് വെച്ചാണ് തമിഴ്നാട്ടിൽ CPIM-ഉം CPI സ്ഥാനാർത്ഥികളുമൊക്കെ വോട്ട് പിടിക്കുന്നത്. പിന്നെ എന്തിനാണ് വയനാടിൽ ഇങ്ങനെയൊരു പ്രഹസനം എന്ന ചോദ്യം ആനി രാജ നേരിടുന്നുണ്ട്. ഇന്ത്യ മുന്നണിയുടെ സംയുക്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയല്ലേ? ആ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ ഇടതുപക്ഷവും എന്ന ചോദ്യമുണ്ട്. CPMൻ്റെ ജനറൽ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരി, അതുപോലെ തന്നെ CPIയുടെ ജനറൽ സെക്രട്ടറിയും ഒക്കെ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പരിപാടികളിലെല്ലാം പങ്കെടുക്കുന്നുണ്ട്. അതേസമയം മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന ഭാരത് ജോഡോ യാത്രയുടെ സമാപന ചടങ്ങിൽ ഇന്ത്യ മുന്നണിയുടെ സർവ്വ നേതാക്കളും പങ്കെടുത്തപ്പോൾ ഇടതുപക്ഷം അതിനെ ബഹിഷ്കരിച്ചു. ഇതോടുകൂടിയാണ് ഇടതുപക്ഷത്തിൻ്റെ ഇരട്ടത്താപ്പ് എന്താണെന്ന് കേരളത്തിലെയും അല്ലെങ്കിൽ ഭാരതത്തിലെയും മുഴുവൻ ജനങ്ങൾ മനസ്സിലാക്കിയത്. ഇടതുപക്ഷം അവരുടെ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാനുള്ള മത്സരമാണ്. പ്രത്യേകിച്ചും CPIM അവരുടെ അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളം എന്നേക്കുമായി നഷ്ടപ്പെടുമോ എന്ന ഭയം അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ദേശീയ നേതാവായിട്ടുള്ള AK ബാലൻ പറഞ്ഞത്, ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുപക്ഷെ എന്നേക്കുമായി ചിഹ്നം നഷ്ടപ്പെട്ടാൽ തരുന്നത് ഈനാമ്പേച്ചിയോ മരപ്പട്ടിയോ ചിഹ്നമായിരിക്കും. അത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ. ഈ ഒരു അവസരത്തിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തിനെതിരെ ഒന്നും പറയുന്നില്ല. ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയപരമായ മുന്നേറ്റത്തിന് കേരളത്തിൽ മുഴുവൻ സീറ്റും UDFന് നേടിയാൽ മാത്രമേ കഴിയുകയുള്ളൂ. ദക്ഷിണേന്ത്യയിൽ പരമാവധി സീറ്റുകൾ നേടുന്നതിനോടൊപ്പം ഉത്തരേന്ത്യയിൽ പോരാടി നിരവധി സീറ്റുകൾ നേടിയെടുക്കുന്ന ഒരു ചരിത്ര രീതി കൂടി ആവിഷ്കരിച്ചാൽ മാത്രമേ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുകയുള്ളൂ.